ഇറാനുമായി വ്യാപാരം നടത്തരുതെന്ന് ലോക രാജ്യങ്ങളോട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് അഭ്യർത്ഥിച്ചു. ഇപ്പം നേരിട്ട് കൊണ്ടുള്ള, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ സാമ്പത്തിക ഉപരോധമടക്കമുള്ള വിഷയങ്ങളെല്ലാം ഇറാൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടും അവർ കീഴടങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഈ വിഷയമായിട്ട് ഉണ്ടായതായിട്ട് ആയ തെളിവുകളോ അമേരിക്ക കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ ഫോളോ ചെയ്യും, നമ്മൾ ചെയ്ത പ്രവൃത്തിയൊക്കെ എന്തായിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഹിരോഷിമയിൽ അമേരിക്ക ബോംബിട്ട സമയത്ത് പിന്നീട് അവർ ചെയ്തിരിക്കുന്ന കാര്യം മറ്റൊരു വിമാനത്തെ അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് താഴ്ന്ന് പറന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ, ഈ ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് അത്തരം പ്രവൃത്തി ചെയ്യാറുള്ളത്. ഇറാനിൽ അത്ര ആക്രമണം നടത്തുന്ന സമയത്തും അത് തൊട്ടുപുറകെ ഒരു വിമാനയാത്ര ഉണ്ടാവാറുണ്ട്. എന്നിട്ട് നിരീക്ഷിക്കും എന്തൊക്കെ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരീക്ഷിച്ചത്. പക്ഷേ വട്ടപൂജ്യമാണ് അതിൻ്റെ പ്രതിഫലം കിട്ടിയത്. അപ്പോൾ നേരിട്ടുള്ള ഒരു ഇടപെടലിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരാജയം ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ലോക രാജ്യങ്ങളോട് യഥാർത്ഥത്തിൽ അമേരിക്ക സഹായം തേടുകയാണ് ചെയ്തത്. അതിപ്പോൾ റഷ്യ, തുർക്കി, അസർബൈജാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇവരൊന്നും ഈ വിഷയത്തിൽ ഇറാനെതിരെ അമേരിക്കയോടൊപ്പം സഹകരിക്കില്ല. കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കൾ മറ്റ് ലോക രാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നുണ്ടോ, അത് രഹസ്യമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് തടയുക, ഡോളർ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ അടുപ്പിക്കാതിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലോ ആ രാജ്യത്തിലെ ആ കമ്പനികളെ അല്ലെ ആ സ്ഥാപനത്തേക്ക് എന്ത് ചെയ്യും, ആ സ്ഥാപനത്തെ ഉപരോധത്തിൽ ഏർപ്പെടുത്തുകയും അവർക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ പ്രവേശനാനുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിസ നിഷേധിക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പ്രവൃത്തികളൊക്കെ ചെയ്യും. ഇതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആകെ അമേരിക്ക സഹായിക്കുന്ന ഇസ്രായേൽ മാത്രമാണ്. അപ്പോൾ ഇസ്രായേലിനെ തൃപ്തിയാക്കാൻ വേണ്ടി ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സഹായിക്കുന്നവർക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഹിസ്ബുള്ള ഗ്രൂപ്പിൽ പണം നൽകുന്ന 10 വ്യക്തികൾക്കെതിരെയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾക്കെതിരെയും ഉപരോധം നിലനിൽക്കുന്നു. അങ്ങനെയാണ് പിന്നെ അതിൻ്റെ പോക്ക്, ആ റൂട്ടിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് ചേർത്ത് നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. ഒറ്റപ്പെട്ട് പോകണ്ടല്ലോ, ഭൂമിയിൽ ഒറ്റപ്പെട്ട് പോകുന്ന സമയത്ത് വലിയ വിഷയമാണ്. അമേരിക്ക ഒറ്റക്കൊരു യുദ്ധം ചെയ്തായിട്ടും ജയിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് വലിയ പിന്തുണ ബാക്കിലുണ്ടാവണം. എന്നിട്ട് അവർ ഹീറോയിസ് ആയിട്ട് മുമ്പിൽ നിൽക്കണം, എന്നിട്ട് അതിനെ നയിക്കണം. ജയിച്ചു കഴിഞ്ഞാലോ ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് പറയണം. ഇറാഖിലൊക്കെ നടന്ന സംഭവം 32 രാജ്യങ്ങൾ യുദ്ധം ചെയ്തിരിക്കുന്നല്ലോ. അത്രയും കാലം സദ്ദാം പിടിച്ചു നിന്നെന്ന് പറഞ്ഞത് തന്നെ വലിയ അത്ഭുതമാണ്, മാന്ത്രികമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ 12 വർഷത്തോളമായിപ്പോൾ ഇറാനിലെ ഉപരോധം തുടർച്ചയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 12 വർഷമൊന്നുമല്ല, പിന്നെ 1979 ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം തന്നെ ഉപരോധമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപരോധം പിൻവലിക്കും. അത് ഒരു മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉപരോധമാവും. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു വർഷം മുതൽ 1.5 വർഷം വരെ ഉണ്ടാവും. പിന്നെ ഉപരോധമാവും. ഇങ്ങനെയാണ് ചെറിയ കുട്ടികൾ ഈ കോട്ടി കളിക്കുന്ന പോലെയാണ് ഒരു സ്ഥിതി. തോന്നുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ചാബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലെ ചാബഹാർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടാക്കിയതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വലിയ നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചബഹാർ പോർട്ട് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വസ്തുക്കൾ ഇങ്ങോട്ട് വരാനും ഇറാൻ്റെ വസ്തുക്കൾ അങ്ങോട്ട് പോകാനും ഈ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ രീതിയിലുള്ള സൗകര്യം ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വിഷയം, അമേരിക്കയും ഇറാൻ തമ്മിലുള്ള വിഷയം വന്ന സമയത്ത് ഒരു കൃത്യമായിരിക്കും നിലപാടെടുക്കാൻ പോലും ഇന്ത്യക്ക് സാധിക്കാത്തതിൻ്റെ വിഷയം അതാണ്. ഇറാനുമായിട്ട് വലിയ ബന്ധമാണ്, എന്നാൽ അമേരിക്കയായിട്ട് ഉടക്കാൻ പറ്റില്ല. അമേരിക്കയായിട്ട് ഉടക്കിയാൽ പിന്നെ അതിൻ്റേതായിരിക്കുന്ന പ്രശ്നം ഉണ്ടാവും. ഇറാനുമായിട്ട് ഉടക്കിയാലോ അവർ പെട്രോളിന് തന്നിട്ടില്ല, അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ റൂട്ട് പാതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അവരെയും പിണക്കരുത് ഇവരെയും പിണക്കരുത്, എന്നാലോ തങ്ങളുടേതായിരിക്കുന്ന ഒരു നയനിലപാടുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് വിഷയം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ട്. അപ്പോൾ അമേരിക്ക നേരിടുന്ന സാമ്പത്തിക സൈനിക പ്രതിസന്ധി മറച്ചുവെക്കുക, ഇറാനിന് പറഞ്ഞിരിക്കുന്ന മറുപടി ഇതാണ്. അമേരിക്ക നേരിടുന്ന നിലവിലെ സാമ്പത്തിക സൈനിക പ്രതിസന്ധിയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനൊരു പുതിയ തന്ത്രമായിട്ട് വന്നതാണ്. ഇതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ചുരുക്കം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പുതിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈവശത്തിലാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്ക പ്രസിഡന്റ് പറയുന്നത്. അത് ആദ്യം മുതലേ പറയുന്നതാണ്. അത് പിന്നെ ആരും ഒരു വില വെക്കുന്നില്ല.
പക്ഷേ ഇപ്പോൾ പുതിയ മൈനുകൾ ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതോടുകൂടി ഒന്നുകൂടി പ്രതിസന്ധിയായി. ഈ മേഖലയിൽ ഇപ്പോൾ ഒറ്റ കപ്പൽ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്നല്ല, ഏതൊരു കപ്പൽ പോവുകയാണെങ്കിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഇടപെടുന്നത്. ആ തരത്തിലേക്ക് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നതും അമേരിക്ക വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കയറ് കിട്ടാനുള്ള ഒരു വലിയ ശ്രമം, ഒരു കമ്പ് കിട്ടിയാൽ പോലും പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യം കംപ്ലീറ്റ് അവസാനിച്ചു എന്ന് ഇറാൻ പറഞ്ഞു, അവസാനിച്ചു എന്ന് ട്രംപ് പറഞ്ഞു. അതുകൊണ്ട് അത് പൂർത്തിയായി. കാരണം എന്ന് പറഞ്ഞാൽ നാടകമാണ് മധ്യസ്ഥ ചർച്ച. അമേരിക്ക ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ സംസാരിക്കാൻ ക്ഷണിക്കുന്നത് ആ വിഷയം മാത്രം സംസാരിക്കില്ല, മറ്റു വിഷയം സംസാരിക്കും. രണ്ടാം ലോക യുദ്ധത്തിൽ അവർ അതിജീവിച്ച കഥകളും അതിനോടനുബന്ധിച്ച് അവർ ലോകത്തിന് മുമ്പ് ശക്തിയായതും കേൾക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി കാര്യം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറാൻ മുമ്പേ ഒഴിഞ്ഞതാണ്. പക്ഷേ അവർക്കുള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും ലോകത്തിന് മനസ്സിലാകാത്തത് അവരുടെ ആയുധത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അവരുടെ ആക്രമ രീതിയെക്കുറിച്ചും ഇപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വന്നിട്ടില്ല എന്നാണ്. അജ്ഞാത ജീവികളുടെ ആക്രമമുണ്ടോ എന്ന തരത്തിലൊക്കെ ചില യൂറോപ്യൻ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച വരെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇറാനിൽ നടക്കുന്നത്? ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റക്കാണ്. അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് സംഭവം അമേരിക്ക സപ്പോർട്ടായിട്ട് ആയുധം നൽകിക്കൊണ്ട് മറ്റു ലോക രാജ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും മാനസികമായ രീതിയിൽ പിന്തുണക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ. അപ്പോൾ അവർ ആ തരത്തിലുള്ള ഒറ്റപ്പെടൽ ഇറാൻ നടത്തിയിട്ട് പോലും അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അമാനുഷികമായിരിക്കുന്ന എന്തെങ്കിലും കഴിവുള്ള വിഭാഗമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങൾ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ നോക്കൂ, ഉക്രൈനുമായിട്ടുള്ള ബന്ധത്തെ റഷ്യ വല്ലാതെ വേർതിരിക്കുന്നു. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് യൂറോപ്യന്മാർ അപ്പാടെ പിന്തുണ നൽകുന്നു, അമേരിക്കയും പിന്തുണ നൽകുന്നു. എന്നിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള മറ്റൊരു വിഷയം. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റക്കാണ്. സംഭവം ചൈന സഹായിക്കുന്നുണ്ട്, റഷ്യ സഹായിക്കുന്നുണ്ട്. ഏത് തരത്തിൽ എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. അമേരിക്കയെ പോലെ ഒരു സൂപ്പർ പവറുള്ള രാജ്യത്തിന് മുൻപിൽ ഇറാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് മാത്രമല്ല നിരന്തരം അമേരിക്ക തോറ്റുകൊണ്ടേയിരിക്കുന്നു. ആ തോൽവി അവർക്ക് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. അത് ലോകം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. അതിലിപ്പോൾ 7 ആൾക്കാർ പരസ്പരം വെടിവെച്ച് കൊന്നു, 3 ആൾക്കാർ കടലിൽ ചാടി. അങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലും അവർക്ക് പോലും സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു വിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാനുമായിട്ട് വ്യാപാരം നടത്തരുത് എന്ന് ലോകരാജ്യത്തോട് അമേരിക്ക പറഞ്ഞിട്ട് എന്ത് കാര്യം ഇറാനുമായിട്ട് വലിയ സഹായം കിട്ടേണ്ട ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതൊന്നും അവർ ഒഴിവാക്കിയില്ല. 90% ചൈന ഉപയോഗിക്കുന്ന പെട്രോളും ഈ ഇറാൻ നൽകുന്നതാണ്. നല്ലൊരു ശതമാനം റഷ്യ ഉപയോഗിക്കുന്നുണ്ട് ഇറാൻ്റെ പെട്രോളിയം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വലിയ ബന്ധത്തിൻ്റെ ഇടയിൽ അമേരിക്കയിൽ നിന്ന് എന്തായാലും ചൈനയ്ക്ക് പെട്രോൾ കിട്ടാൻ പോകുന്നില്ല, റഷ്യക്കും. പിന്നെ എന്തിന് ഈ രാജ്യവുമായിട്ട് ഉടക്കണം എന്നൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാവുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇറാനുമായിട്ടുള്ള വ്യാപാരം നടത്തരുത് എന്ന് അറേബ്യൻ ലോകരാജ്യങ്ങളോട് അമേരിക്ക പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതും നാണക്കേടിൽ അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.